എന്താണ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്നത് ഡിഫൻഡറാണ്, അറ്റാക്കറാണ്. അപ്പോൾ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിരോധ തീർക്കുകയാണ്. എന്തിന്റെ പ്രതിരോധം? അപകടത്തിൽ പെടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസിൽ പെടാതിരിക്കണം. ഒരു എക്സാമ്പിൾ, ഒരു നാട്ടും പുറത്ത് ഒരു പാടം, ഒറ്റയടി പാടം എന്ന് പറയുന്ന പോലെ ഒരു പാടം, അതിനകത്ത് ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി ഈ വരമ്പിനുണ്ട്. രണ്ടുപേര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വരുന്നു. അപ്പോൾ ഒരാൾക്ക് പോകാനേ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചു? ഒരാൾ താഴത്ത് ഇറങ്ങണം, മറ്റൊരാൾ അതിനകത്ത് ആര് ഇറങ്ങും എന്നുള്ളതാണ് പ്രശ്നം. ആരിറങ്ങും? ഇത്തിരി ക്ഷമയുള്ളയാളും ഇത്തിരി വിട്ടുവീഴ്ചക്ക് തയ്യാറുള്ള ആളും ഇറങ്ങും. ഇനി രണ്ടുപേരും ഇറങ്ങിയില്ലെങ്കിലോ കൊമ്പ് കോർത്തറങ്ങി, അപ്പോൾ അതൊരു ഒബ്സ്ട്രക്ഷൻ ആവും. ആ ഒബ്സ്ട്രക്ഷനാണ് ഒരു സ്റ്റക്കാവും. ഇതൊരു റോഡിലേക്ക് പോയാൽ റോഡ് മുഴുവൻ നമ്മുടെയല്ല, റോഡ് നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ പങ്കുവെച്ച് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എതിർ സൈഡിൽ കൂടി ഒരു വണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മുമ്പേ പോകുന്ന ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എതിർ സൈഡിൽ കൂടി വണ്ടി വരുമ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്യാം. ഒരു വണ്ടി മുമ്പേ പോകുന്നു, അപ്പുറത്തൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നു. ആ സമയത്ത് ഓവർടേക്ക് ചെയ്യുന്നത് ശരിയാണോ? തെറ്റാണ്. അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള പല പ്രവണതകളും, അങ്ങനെ ഉള്ള പ്രവണതകളെടുത്തും ഒരു വണ്ടീനെ മറികടക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊരു വണ്ടി വരുന്നത് കണ്ടാൽ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കണം. ആ വണ്ടി പോയതിനു ശേഷം നമുക്ക് പോകാം. പക്ഷെ ഇയാള് ഇത്തിരി തിരക്ക് കാണിക്കണം. തിരക്ക് കാണിക്കാനുള്ള പല സങ്കേതങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്തുവാ, നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കും. എന്നിട്ട് അവന്റെ നേരെ നമ്മൾ കുത്തിക്കാനായിട്ട് കൊണ്ടിരിക്കണം. അങ്ങനെ കുത്തിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ഡ്രൈവർ ഒരു മര്യാദക്കാരനാണെന്ന് ഞാൻ വിചാരിക്കും. ഇതെന്തോ അത്യാവശ്യം വരികയാണ്, അവൻ കയറി പോകാൻ പൊക്കോട്ടെ, ഞാൻ എന്തിനു വഴിമടക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാളൊന്ന് സ്ലോ ആക്കി കൊടുക്കുകയോ ഒതുക്കി കൊടുക്കുകയോ അവർക്ക് കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ഈസി ആയിട്ട് അപകടമൊന്നും ഇല്ലാത്ത രൂപത്തിൽ കയറി. ഇത് ഒരു പ്രാവശ്യം ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പറയാം, നിങ്ങളൊക്കെ 1.5 മണിക്കൂർ കൊണ്ടല്ലേ തവണ വിടുന്നത്, ഞാൻ 1 മണിക്കൂർ കൊണ്ട് എത്തിയെങ്ങനെയാ? മറ്റൊരാളുടെ അവകാശത്തിൽ, മറ്റൊരാളുടെ സേഫ് സോണിലേക്ക് നമ്മൾ കടന്നു കയറി അവന് അർഹതപ്പെട്ട ആ സമയം നമ്മൾ അപഹരിച്ച് എത്തുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് 10 പ്രാവശ്യം ചെയ്യുന്നു. 10 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അത് ആ ആളുടെ സ്വഭാവമായിട്ട് ക്യാരക്ടർ, സ്വഭാവം, അതൊക്കെ ഡ്രൈവിങ്ങിനകത്ത് ഒരുപാട് നൽകിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ശൈലി അയാൾ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുക, അക്രമോത്സവ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഡ്രൈവിംഗ് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ സപ്പോസ് ഈ 10 പ്രാവശ്യം പോയി അയാളുടെ ശീലം മാറ്റി. അപ്പൊ ഇയാളുടെ വിചാരം എതിർ സൈഡിൽ ഏത് വണ്ടി വന്നാലും ഞാൻ ഇങ്ങനെ ലൈറ്റിൽ കുതിക്കാൻ ചെന്നാൽ അവന്റെ നേരെ ചെന്നാൽ അവൻ മാറ്റിക്കൊള്ളും. അത് ഒരു കോർ ബിലീഫായിട്ട്, നമ്മുടെ വിശ്വാസമായിട്ട് നമ്മൾ ആ ഉള്ളിൽ കണ്ടു. പക്ഷെ 11ാമത്തെ പ്രാവശ്യം ഇതേ ടെക്നിക്ക് എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ പോലെ തന്നെയുള്ള മാനസികാവസ്ഥയുള്ള ഒരാളായിട്ട് വരുന്നത്. അപ്പോൾ എന്റെ സൈഡിൽ കൂടി എനിക്ക് അവകാശപ്പെട്ട ശ്രദ്ധ ചെയ്യരുത്, നീന്റെ എവിടേക്ക് അതിക്രമിച്ച് കഴിയുന്നത്, അവിടെ നീ ഇവിടെ മാറ്റിക്കൊണ്ട് പോകും. അത്ര സ്പീഡിലൊന്നും പോകണ്ട. ഇവന്റെ വിചാരം എന്താ, അത് മാറ്റിട്ട് പോകും. ഇതുപോലെ ഞാൻ 10 പ്രാവശ്യം ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഇവനായിട്ട് അവന്റെ അപ്പം മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനത്തെ 2 തെമ്മാടികൾ എല്ലാ രൂപത്തിലുള്ള പ്രവർത്തികളാണ് അവർ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഒറ്റ വഴി, അതാണ് അവിടെ അപകടം കൂടുന്നത്. അപ്പൊ ശ്രദ്ധ, അതുപോലെ നിയമം തെറ്റിച്ചാൽ അവിടെ അപകടം നീങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കണം.